വെൽക്കം ബാക്ക് എവറി വൺ. അപ്പൊ നമ്മളിപ്പോൾ കണ്ടത് ഷാജഹാൻ എന്ന മൂവിയിലെ ഒരു സോങ് ആയിരുന്നു. ഈ സോങ് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എനിക്ക് തമിഴ് മൂവീസിൽ ഇഷ്ടമുള്ള അപൂർവം ചില സിനിമകളിൽ ഒരു ഫേവറേറ്റ് മൂവിയാണ് ഷാജഹാൻ. കാരണം പ്രണയിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഏതായാലും നമുക്ക് പ്രണയത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹായ്, ആരാണ്? രമേശ്. രമേശ്, എന്താ പേര്? രമേശ്. രമേശ്, എവിടുന്ന് വിളിക്കുന്നു? ചെന്നൈ. நல்லா இருக்கீங்களா? മലയാളിയാണല്ലേ? ചെന്നൈന്ന് വിളിച്ചപ്പോ ഞാൻ കരുതി തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്നത് നമ്മുടെ വ്യൂവർ ആയിരിക്കുന്ന രമേശ് ഏട്ടാ. ഇപ്പൊ കുറച്ചു മുമ്പത്തെ സോങ് കണ്ടല്ലോ, അപ്പൊ അതിലെന്ന് പറഞ്ഞ സിനിമ കണ്ടതാണോ ഷാജഹാൻ? കണ്ടു. ആ സിനിമയിലെ പ്രണയത്തെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? അതേപോലെ തന്നെ പോവാം. അങ്ങനെ പ്രണയിക്കുന്നവര് നല്ല പ്രണയമായിട്ട് പോകണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു നടപ്പെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പൊതുവേ ന്യൂ ജനറേഷന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ചാറ്റിംഗ്, ഡേറ്റിംഗ്, പിന്നെ ബ്രേക്കപ്പ് ആണ് ഒറ്റയടിക്ക്. ഈ സിനിമയിലെ നമ്മുടെ ഹീറോ വിജയ് എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടിനും പിന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനും വേണ്ടിയിട്ട് സ്വന്തം പ്രേമം വേണ്ടെന്ന് വെച്ച് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു സ്നേഹത്തോടാണോ ചേട്ടന്റെ താല്പര്യം, അതോ നമ്മൾ പ്രണയിക്കുന്ന ആളെ നമ്മളങ്ങ് പിടിച്ചടുക്കി നമ്മളോട് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു രീതിയാണോ ചേട്ടന് പ്രണയത്തില്? അതങ്ങനെയാണ്. ഞാനിപ്പോ അങ്ങനെയാണ് നല്ലത്. എങ്ങനെയാണ് നല്ലത്? പ്രണയിച്ച് നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ സ്വന്തമാക്കണം. അപ്പൊ അവർക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന അപ്പൊ യഥാർത്ഥ പ്രേമം അല്ലേ ചേട്ടാ? അത് അവരുടെ കാര്യത്തിന് കുറച്ചൊക്കെ നമ്മൾ അവരുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ നിൽക്കണം. ഓക്കെ, ചേട്ടൻ അപ്പൊ ഇച്ചിരി സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്. അതെ അതെ. ഓക്കെ, ചേട്ടന് പ്രണയം ഉണ്ടോ? പ്രണയമുണ്ട്. ആഹാ, ആരോടാണ്? എന്റെ വൈഫിന്റെ പേര് സിന്ധു. ഓ, വൈഫിനോടാണ് പ്രണയം? കള്ളത്ര. ഇതിനു മുമ്പ് ഒരു വൺ സൈഡ് ലവ് പോലും ഉണ്ടായിട്ടില്ല? ചേച്ചി അടുത്തുണ്ടോ രമേശ് ചേട്ടാ? 8 വർഷം പ്രണയിച്ചു. 8 വർഷം? 8 വർഷം പ്രണയിച്ചു. അത് എത്രാം ക്ലാസ് തൊട്ട് പ്രണയിച്ചു ഇപ്പം? ആരെ? ചേച്ചിനെ. ഞാൻ സ്വർണ്ണപ്പണിയിട്ട് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 8 വർഷം പ്രേമിച്ചു? പ്രേമിച്ചിട്ട് ഞാൻ ഫെബ്രുവരി 3-ാം തീയതി എന്റെ കല്യാണമായിരുന്നു. 3-ാം തീയതി കല്യാണമായിരുന്നു. അപ്പൊ ചേട്ടാ, ചേച്ചിയാണോ ആദ്യം ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞത്, അതോ ചേട്ടനാണോ ആദ്യം ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. അപ്പൊ ചേച്ചിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ഒന്നും പറയാനാണ് പോയത്. ഓ, ഒന്ന് പോ മനുഷ്യ എന്നുള്ള രീതിയിലായിരുന്നോ? അങ്ങനെ പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി, അവരുടെ അടുത്ത് ചോദിച്ചു ഞാൻ വീട്ടിൽ വരാം. അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ അവര് പറയാന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു അതൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, നല്ല രീതിയിൽ പ്രണയിച്ച് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ ചെറിയ അടികളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും. വളരെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്ന, നമ്മൾ എന്തിനാ തല്ലുകൂടാനോ? ചെറുതായിട്ട് നമ്മളുണ്ടായിരിക്കും. എന്നാലും ഇണക്കം ഉള്ളിടത്തല്ലേ ചേട്ടാ പിണക്കങ്ങളുള്ളൂ? അതുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ചെറിയ രീതിയിൽ. അപ്പൊ ആദ്യമായിട്ട് ചേച്ചിയോട് ദേഷ്യപ്പെട്ട ഒരു ഒക്കേഷൻ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതിപ്പോ ഊട്ടിക്ക് പോയപ്പോ മറ്റേ വലിയൊരു അതില് അതിൽ കയറി എനിക്ക് തല കറങ്ങും. ഓക്കെ, ഇവിടെ കഴിഞ്ഞ് തല കറങ്ങില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ലാന്ന് പറഞ്ഞു. അതിലാണ് ഫസ്റ്റ് ഒരു ആദ്യമായിട്ട് തോന്നിട്ട്. അന്നാണ് ആദ്യത്തെ അടി ഉണ്ടായതല്ലേ? ചേച്ചി കാണിച്ച് ഏതായാലും മോശമായി പോയിട്ടോ. അത് എനിക്കെന്ന് വെച്ചാ അങ്ങനെയുള്ള എനിക്ക് തല കറങ്ങും, അവൾക്കാണ്ട് കുഴപ്പമില്ലാന്ന് പറയുന്നത്. അപ്പൊ ചേട്ടൻ കേറിക്കോളം പറഞ്ഞല്ലേ? അപ്പൊ ചേച്ചിയുടെ അല്ലായിരുന്നോ കുറ്റം? ചേച്ചിയുടെ കുറ്റായിരുന്നു. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ അവളും ദേഷ്യപ്പെട്ടു. ഏതായാലും സാരമില്ല, നിങ്ങളുടെ കുടുംബജീവിതം നല്ല സന്തോഷകരമായിട്ട് പോട്ടെ. അപ്പൊ ഡെഡിക്കേഷൻ പറഞ്ഞോ ചേട്ടാ? എന്റെ വീട്ടിലെല്ലാവർക്കും, എന്റെ അച്ഛൻ, ചേട്ടൻ, അമ്മ, എന്റെ പാപ്പന്റെ അങ്ങനെ കല്യാണം വരുന്നുണ്ട് അടുത്ത മാസം 15-ന്. അവർക്ക് 2 പേര്. എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു സോങ് വെച്ച് തരാട്ടോ ചേട്ടാ. എന്റെ വൈഫിന് വേണ്ടിട്ട്, വൈഫ് സിന്ധു ചേച്ചിക്കും വേണ്ടിട്ട് നല്ലൊരു സോങ് വരുന്നുണ്ട്. அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டே